അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂരിയാണ്. നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്നത് മാവ് കൈകൊണ്ട് കുഴച്ച് പരത്തിയെടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ടാണ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മാവ് കൈകൊണ്ടൊന്നും കുഴയ്ക്കാതെ പരത്തിയെടുക്കാതെ എളുപ്പത്തിൽ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പൂരി ഒട്ടും എണ്ണ കുടിക്കാത്തതും ബലൂൺ പോലെ വീർത്ത് നന്നായിട്ട് പൊങ്ങി കിട്ടുന്നതും തണുത്ത് കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ട് ഇരിക്കുന്നതാണ്. പൂരി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുവരെയും ശരിയാകാത്തവർക്കും ആദ്യമായിട്ട് പൂരി ഉണ്ടാക്കി നോക്കുന്നവർക്കും ഈ രീതിയിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിലും വളരെയധികം രുചിയിലും വെള്ളക്കടല വെച്ചിട്ട് ഒരു മസാലയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിനു വേണ്ടിയിട്ട് നനവില്ലാത്ത ചതയ്ക്കുന്ന മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ജാറിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ അളവ് കപ്പ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക. അതിനനുസരിച്ച് വേണം മാവും വെള്ളവും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ മാവിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുന്നത് പൂരിയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതിനും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. റവ ചേർത്ത് കൊടുക്കുന്നത് പൂരിയുടെ പുറം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ എത്ര സമയം കഴിഞ്ഞാലും പൂരി വീർത്ത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 സെക്കൻഡ് ഒരേ സ്പീഡിലിട്ട് അടിച്ചെടുത്ത് നോക്കുക. വീണ്ടും കുറവാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 സെക്കൻഡും കൂടി ഒരേ സ്പീഡിലിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മാവിന് 1/2 കപ്പ് വെള്ളം കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ചൂടുവെള്ളമൊന്നുമില്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ്. ഇനി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സ്പീഡിലിട്ട് 20 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയുടെ ജാറിന്റെ പകുതി ഭാഗം മാത്രമേ മാവ് എടുക്കാവൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്തതുപോലെ മാവ് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മാവ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ജാറിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മൾ മാവ് കൈ കൊണ്ട് കുഴച്ചതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വെറും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ മാവ് കൈകൊണ്ട് കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഈ മാവ് അടിച്ചെടുക്കുന്നത്. ഇനി വീണ്ടും ജാറിൻ്റെ ഉള്ളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റവയും 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒരേ സ്പീഡിലിട്ട് 20 സെക്കൻഡാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ജാറിൽ നിന്ന് മാവ് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുത്തതുപോലെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മാവൊന്നും ജാറിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒട്ടും മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത മാവ് ഈ ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി മാവൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടെല്ലാം കൂടിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ മാവ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മാവ് കറക്റ്റായിട്ട് കിട്ടിയില്ല, ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി, കറക്റ്റായിട്ട് കിട്ടും. ഇനി മാവിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ റവയും മൈദയും ചേർത്തത് കൊണ്ട് ഒരു 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. സമയം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെക്കുക. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ സമയം വെച്ചിരുന്നാൽ പൂരി നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഉരുട്ടി ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടി
ഉരുട്ടിയെടുത്ത മാവിൻ്റെ പുറത്തും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മാവിൻ്റെ പുറം ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഉരുട്ടിയെടുത്ത മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കുക. മാവ് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി റോളറോ അതുപോലെ തന്നെ ചപ്പാത്തി പ്രസ്സോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ നടുഭാഗത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കി ഇതിന്റെ മുകളിൽ സ്റ്റീൽ പാത്രം വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് ബലം പ്രയോഗിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് നല്ല സോഫ്റ്റില് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഷീറ്റ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പരത്തി എടുത്തതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഇത് ഈസിയാണല്ലേ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒരുപാടങ്ങ് കനം കുറയാനും പാടില്ല, ഒരുപാട് കനം കൂടാനും പാടില്ല. ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയിരിക്കുന്ന ഉരുളകളെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി പൂരി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്ത മാവിൽ നിന്നും ഒരെണ്ണം എടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടിയിടരുത്. ഫ്ലെയിം കൂട്ടിയിട്ടാൽ പൂരി പൊങ്ങി കിട്ടും, പക്ഷെ പെട്ടെന്ന് തന്നെ കളർ മാറി അകമൊന്ന് വെന്ത് കിട്ടില്ല. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. പൊങ്ങി വരുമ്പോൾ ഈ പൂരിയുടെ മുകളിലായിട്ട് ഓയിൽ ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൂരി നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ല എങ്കിൽ മാവിന്റെ കട്ടി കൂടിയിട്ടായിരിക്കും. അതുകൊണ്ട് മാവ് പരത്തി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാടങ്ങ് പരത്തി കനം കുറയ്ക്കുകയോ ഒരുപാടങ്ങ് കനം കൂടുകയോ ചെയ്യരുത്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി തിരിച്ച് മറിച്ചു വിട്ടിട്ട് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലോണം വീർത്ത് ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ബാക്കിയിരിക്കുന്ന മാവെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ചനാ മസാലയ്ക്ക് വേണ്ടി ഒരു കുക്കറിൽ കുതിർത്തെടുത്ത വെള്ളക്കടല ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളക്കടല നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം കുതിർക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 7 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഈ കുതിർത്തെടുത്ത കടല ഒന്നുകൂടി കഴുകിയതിന് ശേഷം ഇതിന്റെ വെള്ളം മുഴുവൻ മാറ്റിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടല അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെയാണ് വെള്ളവും എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ കുക്കർ അടച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 3 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കടല വെന്തോ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കടല വെന്തിട്ടുണ്ടോ എന്ന്. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതിയാകും. ഇനി വേവിച്ചെടുത്ത കടല നമുക്ക് മാറ്റി വെക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ വലിയ ജീരകവും 2 ഏലക്ക തല്ലിയതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. വലിയ ജീരകത്തിന്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സവാള പെട്ടെന്ന് വയന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കടല വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് വാടി ഒരു നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ മല്ലിപ്പൊടി ആദ്യം ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി ഒന്ന് ഇളക്കി മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 2.5 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി 3 മീഡിയം സൈസ് പഴുത്ത തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത്
ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ തക്കാളിയെല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ആ എരിവും പുളിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ഈ ചനാ മസാലയ്ക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് ഈ മസാലയ്ക്ക് മധുരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വളരെ കുറച്ച് പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കടലയിൽ മസാല ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കടലയിൽ മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്തതായത് കൊണ്ടാണ് 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അധികം എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതിയാകും. ഇനി ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കുറുകിയ മസാലയോട് കൂടിയ ചനാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത്. സിമ്പിൾ അല്ലേ? എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ചനാ മസാല ഉണ്ടാക്കിയെടുത്തത്. ഇത് ഇരിക്കും തോറും ഇതിന്റെ കളറും കൂടും. ആ ചൂടോടുകൂടി തന്നെ പൂരിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് പൂരിയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, ദോശ ഏതിന്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ മസാലയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എണ്ണ ഒട്ടും കുടിക്കാത്ത ബലൂൺ പോലെ വീർത്ത് പൊങ്ങി വരുന്ന പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. ഇത് തണുത്ത് കഴിഞ്ഞാലും ഈ പൂരി വീർത്ത് ഇതിന്റെ പുറം ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയം 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലോണം ബലൂൺ പോലെ വീർത്ത പൂരി നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ നല്ല ചൂടായിരിക്കണം. മാവ് പരത്തുന്ന സമയം നമ്മൾ പരത്തിയെടുത്ത മാവ് കട്ടി കൂടാനോ കട്ടി കുറയാനോ പാടില്ല. ആദ്യമായിട്ട് പൂരി ായാലും ഇതുവരെയും പൂരി ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്